നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷമാണ്. പുതിയൊരു യുഗം പിറന്നിരിക്കുകയാണ്. ഒരുപാട് കളക്ഷൻ റെക്കോർഡുകൾ, മിക്ക സിനിമയും വൻപം വിജയങ്ങൾ. മലയാള സിനിമ നഷ്ടത്തിലാണെന്നും പറഞ്ഞ് ഇൻഡസ്ട്രിയെ തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ വലിയ രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ട് മലയാള സിനിമ കുതിച്ച വർഷം, പുതിയ റെക്കോർഡുകൾ പിറന്ന വർഷം, പഴയ റെക്കോർഡുകൾ പഴങ്കഥയായ വർഷം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വർഷമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2025. ഇപ്പോഴിതാ 2025 ഒക്ടോബർ മാസം അവസാനിക്കാൻ പോകുന്നു. അതായത് ഈ വർഷം തന്നെ അവസാനിക്കാൻ പോകുന്നു. ഈ അവസരത്തിൽ നമ്മൾ നോക്കുന്നത് ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 20 ചിത്രങ്ങളെ കുറിച്ചാണ്. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ചാനൽ കുറച്ച് പേര് കാണുന്നുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. എന്നാൽ പോലും 98% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുക. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 20ാമത്തെ ചിത്രം എന്ന് പറയുന്നത് എം മോഹൻ സംവിധാനം ചെയ്ത് മഹാസുബൈർ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ നായകനായ ജനുവരി 31, 2025 റിലീസായ ഒരു ജാതി ജാതകം എന്ന ചിത്രമാണ്. ഈ ചിത്രം 9,55 ലക്ഷം രൂപ നേടിക്കൊണ്ടാണ് പ്രദർശനം അവസാനിപ്പിച്ചത്. 19ാം സ്ഥാനത്തുള്ളത് ജൂൺ 13 റിലീസ് ചെയ്ത വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രമാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് എസ് വിപിനാണ്. വിപിൻ ദാസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജോമൻ ജ്യോതിർ, അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്ന് 9,75 ലക്ഷം രൂപ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം പ്രദർശനം അവസാനിപ്പിച്ചത്. 18ാം സ്ഥാനത്തുള്ളത് ബൾട്ടി എന്ന ചിത്രമാണ്. ഓഗസ്റ്റ് 29 2025 റിലീസ് ചെയ്ത ഈ ചിത്രം ഇപ്പോൾ നിലവിൽ ബോക്സ് ഓഫീസിൽ മികവുറ്റ പ്രകടനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ദിവസം വരെ, അതായത് ഒക്ടോബർ 17 വരെ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 10 കോടി രൂപയാണ്. സന്തോഷ് ടി കുരുവിളയായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചിരുന്നത്. ഉണ്ണി ശിവലിംഗമായിരുന്നു ഇതിന്റെ സംവിധായകൻ. ഷൈൻ നിഗം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം വലിയ രീതിയിൽ വിജയകരമായി ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. 17ാം സ്ഥാനത്തുള്ളത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത് ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് മാത്യു തോമസ്, അർജുൻ അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 2025 ഫെബ്രുവരി 14 റിലീസ് ചെയ്ത ബ്രോമാൻസ് എന്ന ചിത്രമാണ്. ബോക്സ് ഓഫീസിൽ സർപ്രൈസ് ഹിറ്റ് നേടിയ ഈ ചിത്രം പിന്നീട് OTT റിലീസ് സമയത്ത് വലിയ രീതിയിൽ വിമർശനത്തിനും ഇടയായിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം 15,35 ലക്ഷം രൂപയാണ്. വലിയ വിജയമായിരുന്നു ഈ ചിത്രം എന്നത് ഇതിന്റെ കളക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. 16ാമത്തെ ചിത്രം മനു സ്വരാജ് സംവിധാനം ചെയ്ത് വിജയ് ബാബു നിർമ്മിച്ച ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 2025 മെയ് 5 റിലീസ് ചെയ്ത പടക്കളം എന്ന ചിത്രമാണ്. വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് ഹിറ്റ് സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ടാണ് പ്രദർശനം അവസാനിപ്പിച്ചത്. ഏകദേശം 17,45 ലക്ഷം രൂപ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു. 15ാം സ്ഥാനത്തുള്ളത് ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത് വിനായക അജിത് നിർമ്മിച്ച് ബേസിൽ ജോസഫ്, ലിജോമോൾ ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2025 ജനുവരി 30 റിലീസ് ചെയ്ത പൊന്മാൻ എന്ന ചിത്രമാണ്. കേരളത്തിൽ വലിയ വിജയം നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഈ ചിത്രം. പ്രദർശനം അവസാനിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് 17,55 ലക്ഷം രൂപയായിരുന്നു. വലിയൊരു വിജയമാണ് പൊന്മാൻ എന്ന ഈ ചിത്രവും ഉണ്ടാക്കിയത്. 14ാമത്തെ ചിത്രം അഖിൽ പോൾ, അനസ് ഖാൻ എന്നീ ഇരട്ട സംവിധായകർ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് നായകനായി രാജു മല്യത്ത് നിർമ്മിച്ച 2025 ജനുവരി 2 റിലീസ് ചെയ്ത ഐഡന്റിറ്റി എന്ന ചിത്രമാണ്. വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിലേക്ക് എത്തിയ ഈ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര ഒരു പ്രകടനം നടത്തിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഏതാണ്ട് 18,05 ലക്ഷം രൂപ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം പ്രദർശനം അവസാനിപ്പിച്ചത്. ഇതിന്റെ ബഡ്ജറ്റ് വലിയ രീതിയിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളക്ഷൻ അടിസ്ഥാനത്തിൽ വലിയ വിജയമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 13ാം സ്ഥാനത്തുള്ളത് ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, സുരേഷ് കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ടോവിനോ തോമസ് നിർമ്മിച്ച മരണമാസ് എന്ന ചിത്രമാണ്. വലിയൊരു ക്ലാഷ് റിലീസാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പങ്കുവച്ചത്. എതിരാളികളായി ആലപ്പുഴ ജിംഖാന, ബസൂക്ക എന്നീ ചിത്രങ്ങളും ഉണ്ടായിരുന്നു.
എങ്കിൽ പോലും ഈ രണ്ട് വലിയ ചിത്രങ്ങളോടും മത്സരിച്ച് അത്യാവശ്യം ഒരു ഡീസന്റ് വിജയം ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രത്തിന് നേടാനായി. എന്തായാലും പ്രദർശനം അവസാനിപ്പിക്കുമ്പോൾ 19,60,00,000 രൂപ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം പ്രദർശനം അവസാനിപ്പിച്ചത്. ഒരു വലിയ വിജയം തന്നെയായിരുന്നു മരണമാസ് എന്ന ചിത്രവും. 12ാം സ്ഥാനത്ത് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന ചിത്രമാണ്. ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഇത്. ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചിരുന്നത്. 2025 ജനുവരി 23 റിലീസ് ചെയ്ത ഈ ചിത്രം പ്രദർശനം അവസാനിപ്പിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് 20,20,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഒരു മമ്മൂട്ടി സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയൊരു കളക്ഷൻ അല്ല. ഡിസാസ്റ്റർ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഏതാണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് പ്രകടനം നമ്മൾ കണക്കാക്കുമ്പോൾ വിലയിരുത്താൻ സാധിക്കുക. 11ാം സ്ഥാനത്തുള്ളത് ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രമാണ്. ദിലീപ്, ബിന്ദു പണിക്കർ, സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രം റിലീസ് ചെയ്തത് 2025 മെയ് 9 പ്രദർശനം അവസാനിപ്പിക്കുന്ന സമയത്ത് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് ഏതാണ്ട് 24,30,00,000 രൂപയാണ്. ഒരു ദിലീപ് സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം കളക്ഷൻ, വലിയ വിജയമായി എന്ന് ഒരിക്കലും പറയാൻ സാധിക്കാത്ത ഒരു കളക്ഷൻ. ശരാശരിയിലും താഴെ മാത്രം ഒരു പ്രകടനമായിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. 2025 ഏപ്രിൽ 10 ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ബസൂക്ക എന്ന ചിത്രം റിലീസ് ചെയ്തു. നമ്മൾ പറയുന്ന ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് ബസൂക്കയാണ്. ഏതാണ്ട് 25,35,00,000 രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം പ്രദർശനം അവസാനിപ്പിച്ചത്. വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്ന ഈ ചിത്രം തിയേറ്ററിലെ പ്രകടനം വെച്ച് വിലയിരുത്തുമ്പോൾ വലിയൊരു പരാജയമായിരുന്നു. 9ാം സ്ഥാനത്തുള്ളത് സുമതി വളവ് എന്ന ചിത്രമാണ്. അർജുൻ അശോക് നായകനായ ഈ ചിത്രം നിർമ്മിച്ചത് ഗോകുലം മൂവീസ് ആണ്. ഗോകുലം മൂവീസും ഗോകുലം ഗോപാലനായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഓഗസ്റ്റ് 1, 2025 റിലീസ് ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പ്രദർശനം അവസാനിക്കുമ്പോൾ ഈ ചിത്രം നേടിയത് 28,20,00,000 രൂപയായിരുന്നു. വളരെ വലിയൊരു വിജയമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. അർജുൻ അശോകിന്റെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം 28 കോടി രൂപ കളക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. വലിയ വിജയമായിരുന്നു, ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു സുമതി വളവ് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയത്. 8ാം സ്ഥാനത്തുള്ളത് നരിവേട്ട എന്ന ചിത്രമാണ്. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിലെത്തിയത് 2025 മെയ് 23 ടോവിനോ തോമസ് ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. ബോക്സ് ഓഫീസ് പ്രകടനം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 28,60,00,000 രൂപയായിരുന്നു. ഒരു വിജയം എന്ന് ഈ ചിത്രത്തെ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും മോശമില്ലാത്ത പ്രകടനം, അല്ലെങ്കിൽ ആവറേജിന് മുകളിൽ അബോവ് ആവറേജ് ലെവലായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രകടനം. 7ാം സ്ഥാനത്തുള്ളത് ഷാഹി കബീറിന്റെ തിരക്കഥയിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമാണ്. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം 2025 ഫെബ്രുവരി 20 പ്രദർശനം ആരംഭിച്ചത്. ബോക്സ് ഓഫീസിൽ പ്രദർശനം അവസാനിക്കുന്ന സമയത്ത് ഈ ചിത്രം നേടിയത് ഏകദേശം 54,25,00,000 രൂപയായിരുന്നു. വലിയൊരു വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം ഈ ചിത്രം സ്വന്തമാക്കിയത്. കുഞ്ചാക്കോ ബോബന്റെ ഒരു ചിത്രം 54 കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് നേടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. വലിയ വിജയമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം. 6ാം സ്ഥാനത്തുള്ളത് 2025 ജനുവരി 9 റിലീസ് ചെയ്ത രേഖാചിത്രം എന്ന സിനിമയായിരുന്നു. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് വേണു കുന്നപ്പള്ളിയായിരുന്നു. അനശ്വര രാജൻ, ആസിഫ് അലി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഏതായാലും ബോക്സ് ഓഫീസിലെ പ്രകടനം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഏകദേശം 57,30,00,000 രൂപയായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് എന്ന് പറയാവുന്ന ചിത്രം കൂടിയാണ് രേഖാചിത്രം. വലിയൊരു വിജയമായിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. 5ാം സ്ഥാനം ഏപ്രിൽ 10, 2025 റിലീസ് ചെയ്ത ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നെസ്ലേൻ, ലുക്മാൻ അവറാൻ, ഗണപതി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിലെ പ്രകടനം അവസാനിക്കുമ്പോൾ ഈ ചിത്രം നേടിയത് ഏകദേശം 70 കോടി രൂപയായിരുന്നു. വലിയൊരു വിജയമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. 4ാം സ്ഥാനത്തുള്ളത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ, സംഗീത് പ്രതാപ്,
മാളവിക മോഹൻ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 2025 ഓഗസ്റ്റ് 28 റിലീസ് ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയെടുത്തത്. പ്രദർശനം അവസാനിപ്പിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് ഹൃദയപൂർവ്വം എന്ന ചിത്രം നേടിയത് ഏതാണ്ട് 76 കോടി രൂപയാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന ചിത്രമാണ്. ഏപ്രിൽ 25 2025 വർഷം ഇറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു സുനാമിയാണ് തീർത്തത്. പ്രദർശനം അവസാനിപ്പിക്കുന്ന സമയത്ത് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് ഏതാണ്ട് 232 കോടി 60 ലക്ഷം രൂപയാണ്. വളരെ വലിയൊരു വിജയമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനത്തുള്ളത് എമ്പുരാൻ എന്ന ചിത്രമാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, ടൊവിനോ തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം മാർച്ച് 27, 2025 റിലീസ് ചെയ്തിരുന്നത്. ഏതാണ്ട് ബോക്സ് ഓഫീസിലെ റണ്ണിംഗ് പൂർത്തിയാക്കുമ്പോൾ ഈ ചിത്രം നേടിക്കഴിഞ്ഞത് 265 കോടി 45 ലക്ഷം രൂപയായിരുന്നു. കളക്ഷൻ വലിയ രീതിയിലൊക്കെ നമുക്ക് തോന്നാമെങ്കിലും വലിയൊരു വിജയം എന്ന് നമുക്ക് ഈ സിനിമയെ പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും മോശമില്ലാത്തൊരു വിജയം ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല മലയാള സിനിമയിലെ ആദ്യത്തെ 200 കോടി ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തത് ഈ ചിത്രമാണ്. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ, പുതിയ റെക്കോർഡുകൾ തിരുത്തി എഴുതിയ മലയാള സിനിമ, സൂപ്പർ താരങ്ങളോ മെഗാ താരങ്ങളോ ഇല്ലാതെ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കാമെന്ന് തെളിയിച്ച മലയാള സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അരുൺ ഡൊമിനിക് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് ദുൽഖർ സൽമാൻ ആയിരുന്നു. കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ ചിത്രം റിലീസ് ചെയ്തത് 2025 ഓഗസ്റ്റ് 28 ഈ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ഇപ്പോഴും വലിയൊരു വിജയമായി അത്യാവശ്യം ഒക്യുപ്പൻസിയിൽ കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനോടകം തന്നെ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 301 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ക്ലബ്ബ്, മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം. ഏതാണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ദുൽഖർ സൽമാന് 100 ഇരട്ടി ലാഭം ഉണ്ടാക്കിയ സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഒരു പക്ഷേ ലോക എന്ന ചിത്രം നേടിയെടുത്ത ഈ ഒരു റെക്കോർഡ് തിരുത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും പുതിയ സിനിമകൾ വന്ന് ഈ റെക്കോർഡുകളെല്ലാം തിരുത്തപ്പെടണം എന്ന് തന്നെയാണ് സിനിമാ സ്നേഹി എന്ന നിലയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ 20 ചിത്രങ്ങളാണ് മലയാളത്തിലെ 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 20 സിനിമകൾ. ഈ 20 സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.